ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? കുറേ ആയി വീഡിയോ ഇട്ടിട്ടൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവരെന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഞാനിന്ന് ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസുകളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലോട്ട് സൈഡ് ഡിഷും കൂടെ ഉണ്ടാക്കിയെടുക്കണം. ഞങ്ങൾക്കിന്ന് പുറത്തൊന്ന് പോകാണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ചോറയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ പുറത്ത് പട്ടാമ്പി സാമിയ ടെക്സ്റ്റൈൽസ് കണ്ടോ വന്നിട്ടുള്ളത്. നല്ല അടിപൊളി സെലക്ഷനുകളാണ് അവിടെ ഉള്ളത് കേട്ടോ. അവിടെ നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും എടുക്കാണ്ട് പുറത്ത് പോവില്ല, അത്രയും സെലക്ഷനുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതാ വലിയവരെ ചുരിദാറാണെങ്കിലും അതുപോലെ കുട്ടികളുടെ ഡ്രസ്സാണെങ്കിലും എല്ലാം നല്ല സെലക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ നല്ല വിലക്കുറവുണ്ട് കേട്ടോ. ഞാനിതാ പുറത്തുനിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നേക്കിൻ്റെ മാഗി ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അത് വീട്ടിലുണ്ടായ വഴുതനങ്ങ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ കുറച്ച് കട്ടിയിലാണ് കേട്ടോ. ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇതിലോട്ട് വേണ്ട മസാലപ്പൊടികളൊക്കെ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്ക് വഴുതനങ്ങ ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1.5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ലേശം ഗരം മസാലയും കൂടെ ഉണ്ട് കേട്ടോ. ഇനി വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ലേശം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കണം കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനയും കൂടെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് എല്ലാ വശത്തേക്കും മസാല ഒന്നാവുന്ന രീതിയിൽ കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്കിത് 2 മിനിറ്റോടൊന്ന് മാറ്റി വെക്കുക. അതിന് ശേഷം ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ നമുക്ക് സ്കൂളിലോട്ടൊക്കെ ലഞ്ച് കൊടുത്ത് വിടുമ്പോൾ അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കൊടുത്തു വിടാൻ പറ്റും നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഈ വഴുതനങ്ങ. അപ്പോൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്നുണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പുറത്തൊക്കെ നല്ല മഴയാണ് കേട്ടോ, രാവിലെ തുടങ്ങിയ മഴയാണ്. അപ്പോൾ നിങ്ങൾ കുഞ്ഞു വീഡിയോ എത്രയും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.